ഹായ്, കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് തെറ്റായിട്ടുള്ള രീതിയിലാണെന്നുള്ള കാര്യം. അതിനകത്ത് തന്നെ ഏറ്റവും മെയിനായിട്ട് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വെച്ചാൽ ഒന്ന് ഡെപ്റ്റിൻ്റെ കാര്യമാണ്. കടം. മിക്കവാറും നമ്മളെല്ലാവരും ഡെപ്റ്റ് ടു ഇക്വിറ്റി നോക്കാറുണ്ട് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ഡെപ്റ്റ് ടു ഇക്വിറ്റി നോക്കണം, അത് നോക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഓരോ കമ്പനിയെയും നമ്മൾ അതിൻ്റെ ആ കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുണ്ട്, അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട്. അതല്ലാതെ വെറുതെ ഡെപ്റ്റ് ടു ഇക്വിറ്റി 0.5 അല്ലെങ്കിൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി 1 താഴെയായിരിക്കണം എന്ന് പറഞ്ഞൊരു മിനിമം ക്രൈറ്റീരിയ വെറുതെ വെക്കാതെ നമ്മൾ ഓരോ ബിസിനസ്സുകളെ മനസ്സിലാക്കിയതിന് ശേഷം ആ ബിസിനസ്സുകൾക്ക് ഏത് രീതിയിലുള്ള ഡെപ്റ്റ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ചില ബിസിനസ്സുകൾ നോക്കിയാൽ അവർക്ക് ഓവറായിട്ട് ഡെപ്റ്റ് എടുക്കേണ്ട ആവശ്യം വരില്ല. ചില ബിസിനസ്സുകൾക്ക് നല്ല രീതിയിൽ ഡെപ്റ്റ് എടുത്താലേ അല്ലെങ്കിൽ കടമെടുത്താലേ ഇവർക്ക് കൂടുതലായിട്ട് അത് ഗ്രോ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുള്ളൂ. ചിലർക്ക് അത്രയും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ഡെപ്റ്റ് എടുക്കാതെ തന്നെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇത് ഏത് കമ്പനികൾക്കാണ് ഈ പറഞ്ഞ പോലെ ഡെപ്റ്റ് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. ഇപ്പോൾ നമ്മളൊരു ബാങ്കിൻ്റെ കാര്യം എടുക്കുക, NBFCസോ ബാങ്കുകളോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ എടുത്തിട്ട് നമ്മളവിടെ ഡെപ്റ്റ് കൂടില്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അത് ഭൂരിഭാഗം ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം അവർ കടമെടുത്തിട്ടാണ് ആ പൈസയാണ് ഇവർ ലെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എല്ലാവർക്കും ധാരണ. പക്ഷേ നമ്മൾ ഈ പ്രത്യേകിച്ച് ചെറിയ സ്മോൾ ക്യാപ് കമ്പനികളിലേക്ക് വരുമ്പോൾ ആൾക്കാർക്ക് ഡെപ്റ്റ് ഭയങ്കര പ്രശ്നമാണ്. ഡെപ്റ്റ് എടുക്കാതെ ഒരു ബിസിനസ്സിന് വളരാനായിട്ട് പറ്റില്ല. ഇവർ ഈ ഡെപ്റ്റ് എടുത്തതിന് ശേഷം അവരത് എന്താണ്, ആ ഡെപ്റ്റിനെ അവർ ഏത് രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നുള്ള കാര്യമാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. രണ്ട്, ഒരു കമ്പനി ആവശ്യമില്ലാതുള്ള ഡിവിഡൻഡ് എല്ലാം തന്നിട്ട് പിന്നീട് പോയിട്ട് ലോൺ എടുക്കാൻ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ല. കാരണം ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വെറുതെ ഡിവിഡൻഡ് ആയിട്ട് പുറത്തേക്ക് കൊടുത്തിട്ട് കമ്പനിക്ക് വളരാനായിട്ട് വീണ്ടും പലിശ കൊടുത്തിട്ട് വേറെ ലോൺ എടുക്കുക എന്ന് പറയുന്നതല്ല നമുക്ക് വേണ്ടി. സോ നമ്മൾ ഈ രീതിയിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാനായിട്ട് പഠിക്കണം. അതല്ലാതെ നമ്മൾ വെറുതെ ഒരു ഫിഗർ എടുത്ത് വെച്ചിട്ട്, ഞാൻ നേരത്തെ PE റേഷ്യോൻ്റെ കാര്യം പറഞ്ഞപ്പോഴും പറയാറുണ്ടായിരുന്നു, ഈ പറഞ്ഞ 15 PE താഴെ 20 PE താഴെ അങ്ങനെ നോക്കാം. നമ്മൾ ഇത് സോഷ്യൽ മീഡിയയിലുള്ള ഭൂരിഭാഗം ആൾക്കാരും വെറുതെ പഴയ കമ്പനികളെയൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഹൈ ഗ്രോത്ത് വന്ന കമ്പനിയുടെ PE റേഷ്യോ എത്രയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഈ ഹൈ ഗ്രോത്ത് ഉള്ള കമ്പനികളുടെ ഇപ്പോഴത്തെ ഡെപ്റ്റ് എത്രയാണെന്ന് നോക്കിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി ഈ കമ്പനി ഗ്രോ ചെയ്ത സമയത്ത് അതിനകത്ത് എങ്ങനെയായിരുന്നു ഡെപ്റ്റ് ഉണ്ടായിരുന്നതാണ് നമുക്കറിയേണ്ടത്. അല്ല അവരെങ്ങനെയാണ് അതിൻ്റെ ഫണ്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന് പകരം ഇപ്പം ആ കമ്പനി എല്ലാം കഴിഞ്ഞ് സ്റ്റേബിൾ ആയതിനു ശേഷം ഇപ്പോൾ അതിൻ്റെ ഡെപ്റ്റ് വെക്കിട്ട് ഇപ്പോൾ എന്താ പറയുക, ഈ ച്യൂവലിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറോ അല്ലെങ്കിൽ ഏഷ്യ പെയിൻസോ, ഇവരുടെയൊക്കെ ഇത്രയും വലിയ കമ്പനിക്ക് അവരുടെ ROE നോക്കിയാലും അവരുടെ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് നോക്കിയാൽ, പാറ്റിൻ്റെ എമൗണ്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം അത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള പാറ്റാണ് അവരുണ്ടാക്കുന്നത്. അതേ സമയത്ത് നിങ്ങൾ ഈ വെറുതെ ഈ 400 കോടി 500 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനികൾക്ക് ആ രീതിയിലല്ല അവർക്ക് പാറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്ക് ഗ്രോ ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ QIP ചെയ്യണം. അത് QIP എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആൾക്കാരെ മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണ്. QIP ചെയ്യുന്നത് എന്തോ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ആ വ്യത്യാസം മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട ഡെപ്റ്റിൻ്റെ കാര്യമാണ്. ഡെപ്റ്റ് എടുത്താൽ ആ ഡെപ്റ്റ് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഡെപ്റ്റ് എടുക്കുന്നത്, അതുകൊണ്ട് കമ്പനിയുടെ ഈ പറഞ്ഞ പ്രോഫിറ്റിൽ എന്ത് വ്യത്യാസമാണ് വരാൻ പോകുന്നത്, അവരെവിടെയാണ് ആ ഡെപ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഈ കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നത്. അതല്ല ഡെപ്റ്റ് ഇക്വിറ്റി എത്ര ഉണ്ടെന്നുള്ളത് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ കമ്പനി ഈ ഡിവിഡൻഡ് കൊടുത്തിട്ട് ഒരു ആവശ്യമില്ല ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ വീണ്ടും കടമെടുക്കാനായിട്ട് നടക്കുകയാണെന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. അതേപോലെ ഈ കമ്പനിയുടെ റിട്ടേൺ റേഷ്യോസ് നമുക്കറിയാം. ഇപ്പോൾ ROE നല്ല കൂടുതലുള്ളൊരു കമ്പനി വന്നു കഴിഞ്ഞാൽ എന്താ ഗുണം, കമ്പനിയുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയിൽ മജോറിറ്റി പൈസ അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ 20 ROE എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിയുടെ ഇക്വിറ്റിയുടെ 20% അവർക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 5 ROE ഉള്ള കമ്പനി കഴിഞ്ഞിട്ടും ഈ 20 ROE ഉള്ള കമ്പനിക്ക് കൂടുതൽ പൈസ അവരുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗ്രോ ചെയ്യാനായിട്ട് ഇവരുടെ പാറ്റ് തന്നെ ഇവർക്ക് ഒരുപക്ഷെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയേക്കാം, ആ പാറ്റ് കൊണ്ട് തന്നെ പുതിയ ലോൺ എടുക്കാതെ. ഇതിനെയൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവില്ല. കമ്പനി ലോൺ എടുത്തതിന് ശേഷം അവരുടെ പിന്നീടുള്ള അടുത്ത 1 വർഷത്തിലോ 2 വർഷത്തിലോ ഇവരുടെ റിട്ടേൺസ് ആ രീതിയിൽ അവർക്ക് ആ ലോണിൻ്റെ എമൗണ്ട് വെച്ചിട്ട് അതിന് മുകളിൽ, അതിന് ഇൻട്രസ്റ്റ് കൊടുത്താൽ പോലും അതിൻ്റെ മുകളിൽ ഇവർക്ക് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ കമ്പനിയുടെ എക്സ്പാൻഷനെ അത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ലോൺ ഒരിക്കലും ആ കമ്പനിക്ക് ഒരു ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമേ അല്ല. പക്ഷേ നമ്മളത് നോക്കണം, കൃത്യമായിട്ട് അവർക്ക് അത് ഇൻട്രസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതിന് ഈ ഇവർക്ക് കിട്ടുന്ന പാർട്ടിയിൽ നിന്ന് കൃത്യമായിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ. അതുപോലെ തന്നെ ഇവർ പൈസ, ഞാൻ നേരത്തെ പറഞ്ഞു, പൈസ എവിടെയാണ് ഇവർ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്, അത് ശരിക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതല്ലാതെ ഇപ്പോൾ ചില കമ്പനികൾ ആവശ്യമില്ലാതെ എക്സ്പാൻഡ് ചെയ്യാറുണ്ട്. അതേസമയത്ത് കുറേ കമ്പനികൾ കൃത്യമായിട്ട് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് മാത്രം എക്സ്പാൻഷൻ ചെയ്യുന്ന കമ്പനികളുണ്ട്. സോ ചിലർ വേണമെങ്കിൽ നമുക്കൊരു കമ്പനി വേണമെങ്കിൽ ഭാവിയിൽ ഡിമാൻഡ് വരാം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫാക്ടറി വേണമെങ്കിൽ പണിയാം. സെയിം ടൈമിൽ ഇപ്പോൾ ഓൾറെഡി ഡിമാൻഡ് ഉണ്ട്, ഞങ്ങൾക്കത് ഇപ്പോൾ തന്നെ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡിമാൻഡിന് മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഹയർ ആയിട്ട് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി പുതിയൊരു ഫാക്ടറി വേണം എന്ന് പറയുന്ന കമ്പനികൾ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടുള്ള ഈ രീതിയിലാണ് ആ ഡെപ്റ്റ് യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഡെപ്റ്റിനെയൊക്കെ കാണാനായിട്ട്. വെറുതെ റാൻഡമായിട്ടുള്ള ഫിഗേഴ്സിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പോരുത്. ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾ തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഏതൊക്കെ രീതിയിലുള്ള ഡെപ്റ്റുകളാണ് നല്ലതെന്നുള്ളത്. ജസ്റ്റ് വെറുതെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് അത് നിങ്ങൾ സ്വയമായിട്ട് ചെയ്താലും നിങ്ങളുടെ മനസ്സിലേക്ക് അത് പതിഞ്ഞു പോകുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അതിനെപ്പറ്റി കൂടുതലായിട്ട് ആ ഡെപ്റ്റിൻ്റെ സൈഡിൽ ഏതൊക്കെ രീതിയിലുള്ളതാണ് ഒരു ഗ്രോ ചെയ്യുന്ന കമ്പനിക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് സ്വയമേ ചെക്ക് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.